അടുത്ത പ്രഖ്യാപനം നമ്മുടെ ഭക്ഷണത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആചാര്യന്മാരെല്ലാവരും പറഞ്ഞു വരുന്നൊരു കാര്യമാണ്, നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മളായിത്തീരുന്നത് എന്നുള്ളത്. അതിൽ നമ്മുടെ അന്നം എന്ന് പറയുന്നൊരു സങ്കല്പത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നതെല്ലാം അന്നമാണ്. നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, ശ്വസിക്കുന്നത്, സ്പർശിക്കുന്നത് എല്ലാം അന്നം തന്നെയാണ്. ആ അന്നത്തിൻ്റെ ശുദ്ധിയാണ് നമ്മളെ ശുദ്ധമാക്കുന്നത്. അന്നത്തിൻ്റെ അശുദ്ധിയാണ്, അല്ലെങ്കിൽ അന്നത്തിലുള്ള വിഷമാണ് നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ വിഷമയമാക്കുന്നതും നമ്മെ രോഗിയാക്കുന്നതും. നമ്മുടെ ഭക്ഷണശീലങ്ങൾ നമ്മുടെ ഓരോ ദേശത്തിനും കാലത്തിനും അനുസരിച്ചായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആചാര്യന്മാർ, ആയുർവേദവും ഒക്കെ അനുസരിച്ചിട്ടുള്ള ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ആ ഭക്ഷണത്തെ ഏറ്റവും കൂടുതൽ അപകടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഇന്ന് നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ കാണാം. ഈ നാട്ടിലുള്ള ഭക്ഷണമാണോ നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാകുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. തൊട്ടടുത്ത് തന്നെയുള്ള ആശുപത്രിയിലേക്കും ഒന്ന് ചെന്നാൽ മതി. അപ്പോൾ ആ ഭക്ഷണത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ സംസ്കൃതി ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളും അവരുടെ കർമ്മമേഖലയും ഒക്കെ അനുസരിച്ചുകൊണ്ട് ആവശ്യമായ ഭക്ഷണം അനിവാര്യമാണ് എന്നിരിക്കെ തന്നെ സസ്യാഹാരത്തിനാണ് സൂര്യനിൽ നിന്ന് ഏറ്റവും നേരിട്ട് അന്നം സ്വീകരിക്കുന്ന നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഭക്ഷണ സ്രോതസ്സായിട്ട്, അധികം മാലിന്യങ്ങൾ കലരാത്ത ഭക്ഷണ സ്രോതസ്സായിട്ടുള്ള സസ്യാഹാരത്തിനാണ് നമ്മുടെ ധർമ്മം എപ്പോഴും മുൻഗണന കൊടുത്തിട്ടുള്ളത്. എന്നാൽ മറ്റുള്ള ഭക്ഷണശീലങ്ങളുമൊക്കെ ഉള്ളവരുണ്ട്. അവരും ഏറ്റവും ശുദ്ധമായിട്ടുള്ള ദിവസങ്ങളിൽ, നമ്മുടെ പിറന്നാൾ, വിവാഹം തുടങ്ങിയിട്ടുള്ള ശുഭ ദിവസങ്ങളിൽ, നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ, നമ്മുടെ പുണ്യ ദിവസങ്ങളിലെല്ലാം മറ്റുള്ള മത്സ്യമാംസാദ ആഹാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സസ്യാഹാരത്തെ പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നുള്ളതാണ് അടുത്ത പ്രഖ്യാപനം.